ഇന്ന് പുലർച്ചെ മുതൽ തന്നെ സൂരജ് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്, മാനസികാവസ്ഥ സൂരജിനുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ബന്ധുക്കളുടെയൊക്കെ അവസ്ഥ എന്താണ് എന്നുള്ളത് അത് ചിന്തിക്കുന്നതിനുമൊക്കെ അപ്പുറത്തേക്കാണ്. ഇതിലിപ്പോൾ TVKയുടെ ഒരു ആരോപണം വരുന്നുണ്ടല്ലോ സൂരജ്. നമുക്കറിയാം ഈ വിജയുടെ ഭാഗത്തു നിന്ന് ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ചില നടപടികൾ അത് വിമർശന വിധേയമായിട്ടുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. പിന്നീട് കുറേ മണിക്കൂറുകൾ കഴിഞ്ഞ് എക്സിലൂടെയുള്ളൊരു പ്രതികരണം വലിയ ഹൃദയവേദനയാണ് എന്ന് പറയുകയാണ്. പിന്നീട് അടുത്ത പ്രതികരണത്തിലാണൊരു ധനസഹായ പ്രഖ്യാപനമൊക്കെ അദ്ദേഹം നടത്തുന്നത്. ഇപ്പോൾ പക്ഷേ TVKയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ പ്രതികരണം വരുന്നത് ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, കല്ലേറുണ്ടായി, പോലീസിൽ ആത്തി വീശി. അപ്പോൾ അങ്ങനെയൊക്കെ ചില സംശയങ്ങൾ അവർ പ്രകടിപ്പിക്കുകയാണ്. സ്വതന്ത്ര അന്വേഷണം അല്ലെങ്കിൽ CBI പോലൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളുമായി അവർ കോടതിയെ സമീപിക്കുകയാണ്. എന്തൊക്കെ ആരോപണങ്ങൾ TVK നിലവിൽ ഉന്നയിക്കുന്നുണ്ട് സൂരജ്? അനുജ, സിനിമയിൽ ഈ എല്ലാവരെയും രക്ഷിക്കാനെത്തുന്ന നായകൻ പക്ഷെ റിയൽ ലൈഫിൽ റിയൽ ഹീറോ ആയില്ല എന്ന വിമർശനം ഇന്നലെ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഉയർന്നിരുന്നതാണ്. വിജയ് ഓടി ഒളിച്ചു എന്നുള്ളതാണ് ഈ ഭരണപക്ഷവും അതോടൊപ്പം തന്നെ വിജയ് വിഭാഗത്തെ എതിർക്കുന്നവരുമെല്ലാം ആരോപണമായി ഉയർത്തിയത്. ഇതിൽ ഇന്നലെ വിജയ് ഒരു വിശദീകരണത്തിന് പോലും തയ്യാറാകാതെയാണ് വീട്ടിലേക്ക് എത്തിയത്. അവിടെ മാധ്യമപ്രവർത്തകർ പുറത്തുണ്ടായിരുന്നു. ആ മാധ്യമപ്രവർത്തകരെ കാണാൻ പോലും വിജയ് തയ്യാറായില്ല. പിന്നീട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് പുറത്തു വന്നത്. ഇതിൽ അദ്ദേഹം ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് പുറത്തു വന്നു. പക്ഷേ ഇന്നലെ അതിനുശേഷം മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കം ഈ കരൂർ മെഡിക്കൽ കോളേജിലെത്തി ഈ പരിക്കേറ്റവരെ ചികിത്സയിൽ കഴിയുന്ന ആളുകളെയും ഒക്കെ കണ്ടതിന് ശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അതായത് തനിക്ക് വീട്ടിൽ ഉറങ്ങാൻ കഴിയുന്നില്ല, അത്രമാത്രം ഹൃദയവേദന തനിക്ക് അനുഭവപ്പെട്ടു, അതുകൊണ്ടാണ് നാളെ 9 മണിക്ക് വരാനിരുന്ന ഞാൻ ഇന്ന് പുലർച്ചെ തന്നെ എത്താൻ തീരുമാനിച്ചത് എന്ന് സ്റ്റാലിൻ പറയുന്നു. അത് വിജയ് വീട്ടിലേക്ക് ഓടി ഒളിച്ച സമയത്ത് താൻ ഇവിടെ എത്തി എന്ന് തന്നെയാണ് ഈ CM പറഞ്ഞു വച്ചതിന്റെ അർത്ഥം. തൊട്ടു പിന്നാലെ വന്ന ഉദയനിധി സ്റ്റാലിനാകട്ടെ അവരൊന്നും ഈ വിജയുടെ പേരെടുത്ത് പറഞ്ഞുള്ള ഒരു വിമർശനത്തിലേക്ക് പോയില്ല. പക്ഷേ എല്ലാവരുടെയും വിമർശനങ്ങൾ സ്വാഭാവികമായും വിജയിയെയും അതോടൊപ്പം തന്നെ വിജയുടെ പാർട്ടിയും പ്രതിക്കൂട്ടിൽ നിർത്തിയ സാഹചര്യത്തിലാണ് ഒരു U-ടേണിലേക്ക് പോകുന്നത്. അവർ മൗനം വെടിയുന്നു, പകരം ഈ ആക്രമോത്സവമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കാരണം പോലീസിനെതിരെ ആദ്യഘട്ടത്തിൽ ആരോപണം ഉന്നയിക്കുന്നു, പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ളതായിരുന്നു ഇവരുടെ ആദ്യഘട്ട ആരോപണം. ഈ വിഷയം ഉണ്ടായതിനു ശേഷം പോലീസിന്റെ ഇടപെടൽ കാര്യക്ഷമമായിരുന്നില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു ആംബുലൻസ് വരുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും പരിപാടി നടക്കുകയാണെങ്കിൽ അവിടേക്ക് ഓടിയെത്തുന്ന ആംബുലൻസ് അത് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഈ പരിപാടി തടസ്സപ്പെടുത്താനെത്തുന്ന ആംബുലൻസ് എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ അങ്ങനെ ഒരു TVK പ്രവർത്തകൻ കുഴഞ്ഞു വീഴുമ്പോൾ അദ്ദേഹത്തെയും കൊണ്ടുവരുന്ന ആംബുലൻസ് കണ്ട് വിജയ് ആ ആംബുലൻസ് പോകുന്നതിനെ പരിഹസിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇപ്പോൾ വിജയ് പോലീസിനെതിരെ ആദ്യഘട്ട വിമർശനം വരുന്നത്. ഹൈക്കോടതിയിലടക്കം പോലീസിനെതിരെ ആരോപണം കടുപ്പിച്ചുകൊണ്ട് സമീപിക്കാൻ തീരുമാനിക്കുന്നു. അതുകൂടി കടന്ന് ഒരു പടി കൂടി കടന്നുകൊണ്ടാണ് തനിക്ക് നേരെ കല്ലെറിഞ്ഞു, വിജയ്ക്ക് നേരെ കല്ലുകൾ എറിഞ്ഞു, ചെരുപ്പേറുണ്ടായി. അത് ചെരുപ്പേറുണ്ടായി എന്നതിന്റെ ദൃശ്യങ്ങളില്ല, പകരം അതിന്റെ ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് അത് ചെരുപ്പാണോ എന്ന് വ്യക്തമല്ല. പക്ഷെ അത്തരം ചിത്രങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ടാണ് വിജയ്ക്ക് നേരെ ചെരുപ്പേറുണ്ടായി. അതോടൊപ്പം തന്നെ ബോധപൂർവമായി അവിടെ വൈദ്യുത ലൈനുകൾ അണച്ചു. ഇതിനെല്ലാം പിന്നിൽ അട്ടിമറിയുണ്ട് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.